ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യദിന കാർഡ് മേക്കിങ്ങുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മളൊരു A4 ഷീറ്റ് പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കുന്നുണ്ട്. നമ്മൾ മടക്കിയ ഭാഗത്ത് 5 സെൻറ്റിമീറ്റർ വെച്ച് രണ്ട് സൈഡിൽ നിന്ന് എടുക്കാം. മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ വേണേ. എന്നിട്ട് അതിനെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ സൈഡിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഹൈറ്റ് 2.5 ആണ്. തേർഡ് ലെയറായിട്ട് നമ്മൾ 1.5 ആണ് രണ്ട് സൈഡിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ മുകളിലേക്ക് 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഇതിനെ കട്ട് ചെയ്യാം. നമ്മൾ ഈ താഴെ നിന്ന് ആ വരഭാഗമില്ല രണ്ട് സൈഡിലെയും, ആ രണ്ട് വരയും മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അതിനപ്പുറത്തേക്ക് കട്ട് ചെയ്യരുത്. അത് കറക്റ്റ് ആ വരയുടെ രണ്ട് സൈഡിലെയും വര വരെ കട്ട് ചെയ്യാം ഇതേപോലെ. എന്നിട്ട് നമ്മളിതിനെ ഫോൾഡ് ചെയ്യുകയാണ്. ഇതേപോലെ നമ്മൾ അതിനെ ഫോൾഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് ഈ ഭാഗം നമ്മൾ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യും, തള്ളും. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ അടുത്തതും കട്ട് ചെയ്യാം. അത് ഈ സെയിം രീതിയിൽ തന്നെ ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് മടക്കിയിട്ട് അകത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ല രീതിയിൽ മടക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലേ കറക്റ്റായിട്ട് വന്നൊന്നും ഇരിക്കത്തില്ല. വേണ്ട കണ്ട, നമുക്കവിടെ 2 സ്റ്റെപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. ആ രണ്ടാമത്തെ കട്ട് ചെയ്യുമ്പം ഈ സെയിം രീതിയിൽ തന്നെ മൂന്നാമത്തേതും കട്ട് ചെയ്ത് നമുക്ക് മടക്കിയിട്ട് അകത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്കപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. 3 സ്റ്റെപ്പ് കിട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് ഗ്യാപ്പുകളും ഉണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റെപ്പുകളൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പേന വെച്ച് ഇങ്ങനെ വരയിട്ട് കൊടുക്കുകയാണ്. പേനയോ സ്കെച്ചോ യൂസ് ചെയ്യുക, നിങ്ങളുടെ ചോയ്സ്. ഇനി നമുക്ക് അതിന് ചുറ്റും ഒരു ബോർഡിലൂടെ വരയ്ക്കാം. ഇതേപോലെ ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ഈ രീതിയിൽ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ 3 എണ്ണം ചെയ്തു. ഇപ്പോൾ അതിന് ഇങ്ങനെയാണ്, കാരണം കുറച്ചുകൂടെ പ്രൊജക്റ്റായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ ആ 2 എണ്ണത്തിനും ഗ്യാപ്പും കാണാം. ഇനി നമുക്ക് നമ്മുടെ പതാക നിർമ്മിക്കാം. അതിന് വേണ്ടി ഞാനൊരു പേപ്പറിൽ സ്കെച്ച് പെൻ ഇട്ട് ഗ്രീനും ഓറഞ്ചും കളർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം. എൻ്റെ കളർ പേപ്പർ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കെച്ച് പെൻ യൂസ് ചെയ്ത് കളർ ചെയ്യുവാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇതിനെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഓറഞ്ച്, രണ്ടാമത് പച്ച. അങ്ങനെയാണ് നമ്മുടെ ഫ്ലാഗിന് കളർ. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഷേപ്പും കൂടെ ചെയ്യണേ. കറക്റ്റായിട്ട് വെട്ടി ആ ഒരു ഇതിനെ കറക്റ്റായിട്ട് വെട്ടി വെക്കണം.
നമ്മളങ്ങനെ ഫുൾ പതാക സെറ്റ് ചെയ്തു, അശോകചക്രവും വെച്ചു, പിന്നെ അതിൻ്റെ ഒരു കൊടി നാട്ടാനുള്ള കമ്പും വരച്ചു. പിന്നെ നമ്മൾ ഏറ്റവും താഴെ നമ്മുടെ ഈ സ്റ്റെപ്പ് ചെയ്തതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പതാക ഒന്നുകൂടെ ഒന്ന് വരച്ച് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. കളർ അടിക്കാൻ നമ്മൾ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് കളർ അടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഷേപ്പിൽ വെട്ടി ഒട്ടിച്ച് കൊടുത്താലും മതിയേ. എങ്കിൽ ഇപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരു അശോക ചക്രവും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഫ്ലാഗിൻ്റെ മുകളിലായിട്ട് ഞാൻ ജയ് ഹിന്ദ് നെയ്യിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനാണെങ്കിൽ ഇന്ത്യ എന്നൂടെ നമ്മുടെ അശോക ചക്രത്തിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നൂടെ എഴുതുവാണ്. പിന്നെ ഞാൻ ഓഗസ്റ്റ് 5 കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തെ പണികളെല്ലാം കഴിഞ്ഞു. നല്ല ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ആ ഒരു സ്റ്റെപ്പൊക്കെ നിൽക്കുന്നത്. ഇനി ഞാൻ ഇത് ഇച്ചിരി തുറന്ന് കിട്ടാനായിട്ട് ഒരു സൈഡിന് വേണ്ടി ഒരു A4 ഷീറ്റ് പേപ്പർ മടക്കി ഈക്വലായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് മടക്കുന്ന ആ ഒരു രീതിയില്ലേ, അത് വെച്ച് മടക്കിയാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ രണ്ട് സൈഡും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി രണ്ട് സൈഡിനും വേണ്ടി ഓരോ സൈഡിന് ഒരു പേപ്പർ എന്നുള്ള രീതി. നമ്മൾ ഇതേപോലെ തന്നെ ഇതിന് മുകളിലത്തെ ഭാഗവും പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. നമ്മുടെ ഇപ്പോൾ ഒട്ടിച്ച സാധനമൊക്കെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇതേപോലെ തന്നെ ഗ്ലൂ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ A4 ഷീറ്റ് പേപ്പർ വെച്ച് അവന് കവർ ചെയ്യാം. വേണ്ടി ഇതേപോലെ നമ്മൾ അപ്പുറത്തെ വശവും ഇതേപോലെ തന്നെ ചെയ്യുകയാണ്. ഗ്ലൂ വെച്ച് കവർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ വെട്ടൊക്കെയുള്ള ഭാഗങ്ങൾ കാണാതെ ഒരു ക്ലിയർ പേജ് ഇട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ പിന്നെ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറൊക്കെ അടിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു കാർഡ് മേക്കിങ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന